എന്നാ പിന്നെ മൂന്നാമത് ആരാ? അതന്നെ. ആര്? ബാപ്പയുടെ മൂത്തവനോട് പറയും, എനിക്കാണ് അധികാരം. അത് ശരിയാണ്. എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നാലിന്ന അത് പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണം. ഇന്നാലിന്ന തറവാട്ടിൽപ്പെട്ട പുളിമൂട്ടിൽ തറവാട്ടിൽപ്പെട്ട കുഞ്ഞിപ്പോക്കര മകൻ കുഞ്ഞി മുഹമ്മദുമായിട്ട് എന്റെ പെങ്ങള് ഖദീജാനെ കെട്ടിക്കാനുള്ള അധികാരം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഏതും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയണം. ആരോട് പറയണം? മൂത്താപ്പയാണെങ്കിൽ മൂത്താപ്പനോട്. അതൊരു സാമാന്യ മര്യാദയാണ്. ഇനി മൂത്താപ്പ അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിലോ മൂത്താപ്പക്ക് അധികാരം ഉണ്ടാവില്ല. അങ്ങനെ ചില സംഗതി നിയമം അങ്ങനെയാണെങ്കിലും ഒരു പള്ളിയിൽ റാത്തിബായ ഇമാം, സ്ഥിരം നിൽക്കുന്ന ഇമാം ഉണ്ടെങ്കിൽ അയാൾ തന്നെ നിൽക്കലാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഉസ്താദ് വന്നു, നല്ല വിവരമുള്ള ഉസ്താദ് വന്നു, സയ്യിദ് വന്നു, നിയമം അങ്ങനെയാണെങ്കിൽ അയാൾക്കാണ് അധികാരം. അവിടെ ആരാണുള്ളത്? ഇവിടെ ഫുലാൻ മുസ്ലിയാണ് അവിടുത്തെ ആള്. അതിൽ ഫുലാൻ മുസ്ലിം അയാളാണ് അവിടുത്തെ ആള്. പക്ഷെ വലിയ ഉസ്താദ് വരുമ്പോ ആ ഉസ്താദിനെ ഏൽപ്പിക്കുക എന്നുള്ളത് ഒരു അധമാണ്. ഉസ്താദിനോട് നിൽക്കാൻ പറയാം. ഉസ്താദ് നിന്നിട്ടില്ലെങ്കിൽ അയാളെ നിന്നോട്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിനോട് അടുത്ത വേളയിൽ നബി തങ്ങൾക്ക് രോഗം വന്നു. അത് സഫർ മാസത്തിന്റെ ഒടുവിലെ ബുധനാഴ്ചയാണ് രോഗം വന്നത്. ആദ്യമൊക്കെ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഇതാണ് റൂമെങ്കിൽ, റസൂലുള്ളാഹിന്റെ വീട് ഇതാണെങ്കിൽ, ചെറ്റക്കുടി ഇതാണെങ്കിൽ, ഈ സ്റ്റേജ് ആണെങ്കിൽ ഇവിടെ വാതിൽ, ആ വാതിൽ തുറന്നാൽ പള്ളിയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അത് എവിടെയാ റസൂലുള്ളാഹിന്റെ വീട്? ഇന്ന് റസൂലുള്ള അന്തി ഉറങ്ങുന്ന ആ ഖബറുള്ള അവിടെ തന്നെയാണ്. അത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച വീട്. ആയിഷ ബീവിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ചെറിയ ചെറ്റ റൂം, അതിന്റെ അപ്പുറത്ത് ചെറിയ ചെറ്റ റൂം വേറൊരു ഭാര്യയ്ക്ക് വേണ്ടി, അതിന്റെ അപ്പുറത്ത് ചെറിയൊരു ചെറ്റ റൂം വേറൊരു ഭാര്യയ്ക്ക് വേണ്ടി. ഈ റൂമിന് ഖുർആൻ പറഞ്ഞ പേരെന്താണെന്നറിയോ? അറബിയിലെ ഖുർആനിട്ട പേര് എന്താ? റൂം പറഞ്ഞാൽ വീട്, ചെറ്റ വീട്. അത് തന്നെ, ചെറ്റ വീട് എന്നാൽ ചെറിയ വീട്. ആ വീടിന് ഖുർആനിട്ട പേരെന്താ? എന്താ സഫർ ഉസ്താദെ ആ വീടിന് ഖുർആനിട്ട പേര്? അൽ ഹുജറ. ഹുജറ എന്നാണ് ഇട്ട പേര്. ഹുജറാത്ത് എന്ന ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേരാണ്. ഖുർആനിൽ 114 സൂറത്തുള്ള ഒരു സൂറത്തിന്റെ പേരാണ് ഏത്? അൽ ഹുജറാത്ത്. മുത്തുനബിയുടെ വീടുകൾ. ഖുർആനിന്റെ ഒരു സൂറത്തിന്റെ പേരാണ് മുത്തുനബിയുടെ ചെറ്റ റൂമുകൾ, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ആയത്ത് ഓതുമ്പോൾ തെറ്റുണ്ടെങ്കിൽ പറയണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സൂറത്ത് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആ സൂറത്ത് ആരംഭിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് ഹുജറാത്തിനെ പറ്റി പറയാണ്. അതിന്റെ വിഷയം ഹുജറാത്താണ്, റസൂലുള്ളാഹിന്റെ റൂമുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, മുത്തുനബി തങ്ങൾക്ക് നിസ്കരിക്കാൻ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, കാലിന് ആവതില്ല. ഒരു സ്റ്റെപ്പ് വെച്ച് മറ്റേ സ്റ്റെപ്പ് വെക്കണമെങ്കിൽ കാലിന് ആഫിയത്ത് വേണം, കാലിന് ആഫിയത്ത് വേണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളോട്, ആ മകളാരാണ്? റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയാണ്. അവരാരാണ് മോനെ? അവരാരാ? ഉറക്കെ പറ, ശരിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. പടച്ചറത്തെ ആ പേര് പറഞ്ഞ കുട്ടിക്ക് ആയിഷ ബീവിന്റെ ഖബറിനടുക്കൽ പെട്ടെന്ന് തന്നെ പോകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ആമീൻ പറയും. ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ആയിഷ ബീവിയുടെ ഖബർ എവിടെയാണ്? അത് മദീനയിലാണ്. ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാൻ മദീനയിലാണ്. റസൂലുള്ളാഹിനെ കണ്ടവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
സൗണ്ട് ദുനിയാവെന്ന് കേട്ടവരുമായ സ്വഹാബികളിൽപ്പെട്ട 10,000 സ്വഹാബികളെ ഖബർ എവിടെയാണ്? മദീനയിലാണ്. അല്ലാഹു അവിടെ വളരെ പെട്ടെന്ന് എത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പോയ വീട് ഈ ഫത്ഹുർ റഹ്മാൻ മദ്രസയിൽ പഠിച്ച ഒരു ഓൾഡ് സ്റ്റുഡന്റിന്റെ വീടാണ്. അയാളുടെ പേര് സംസം എന്നാണ്. ആ കുട്ടിയുടെ പേര് ഫത്ഹുർ റഹ്മാനിൽ പഠിച്ച ഒരു മുൻ കുട്ടിയാണ്. അവര് ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലരും ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉമ്മ വേറൊരു ഉമ്മയുടെ കാലിന് എല്ല് പൊട്ടിയിട്ട് എല്ലാ കൊല്ലവും റബീഉൽ അവ്വൽ ഇവിടെ വരാറുള്ള ഉമ്മയാണ്. ഇന്ന് വരാൻ പറ്റിയിട്ടില്ല, ഇപ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല. അവരും ദുആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും വിഷമതകളും പെട്ടെന്ന് പരിഹരിക്കണേ റഹ്മാനേ. ഈ സംസം എന്ന കുട്ടിയുടെ പേരിന്റെ ഒരു ബർക്കത്തുള്ള പേരാണ്. അപ്പൊ ആ കുട്ടിയെ പറ്റി അന്വേഷിച്ചപ്പോ എന്നോട് കുട്ടിന്റെ വാപ്പ പറഞ്ഞു, NIT പഠിക്കുകയാണ്. ഞാൻ തന്നെ കരയിൽ പഠിക്കണ NIT പഠിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല. ഭയങ്കര നോളജ്, എഞ്ചിനീയറിംഗിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നല്ല കഴിവ്. അവിടുത്തെ എൻട്രൻസ് പാസ്സായി അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അങ്ങനെയുള്ള നല്ല കഴിവുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഫത്ഹുർ റഹ്മാൻ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ വേറെയുണ്ട്, പഠിച്ചവരായ കുട്ടികൾ വേറെയുണ്ട്. എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തി നൽകണേ അല്ലാഹ്. NIT-യിലൊക്കെ അഡ്മിഷൻ കിട്ടൂല, വളരെ പ്രയാസമാണ്. ലക്ഷദ്വീപിലെ ചെത്തിലത്തുള്ള ഒരു കുട്ടിയാണ്. അയാളുടെ പേര് സംസം എന്നാണ്. അയാൾക്ക് നമുക്കും കൂടുതൽ സംസം കുടിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ കുട്ടിക്ക് സംസം കുടിക്കാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടികൾ കൂടുതൽ ആമീൻ പറഞ്ഞത്. നിങ്ങളാരും ആമീൻ പറഞ്ഞിട്ടില്ല. കുടുംബം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബിയെ പറ്റി പറഞ്ഞു, റസൂലിനെ പറ്റി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടുകൂടി ദീൻ ഇവിടെ പൂർത്തിയാക്കപ്പെട്ടു. ദീനിന്റെ ഇനി ഒരു നബി വരാനില്ല, ഇനി വേറെ ശരീഅത്ത് വരാനില്ല. ആ ഹബീബായ തങ്ങളോട് അല്ലാഹ് പറയാണ്, എന്തെന്നറിയാമോ? മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂമിൽ അല്ലാഹ് പറയാണ്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹ് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ് എന്ത് അൻ ഖലഖലകും. നിങ്ങൾക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു നൽകി. നിങ്ങൾക്ക് തന്നെ മനുഷ്യന്മാർക്ക് മിൻ അൻഫുസികും, മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ അസ്വാജൻ, ഇണകളെ അല്ലാഹു തആല സൃഷ്ടിച്ചു നൽകി. ആണുങ്ങൾക്ക് മനുഷ്യവർഗത്തിൽ നിന്നുള്ള പെണ്ണുങ്ങളെ ഭാര്യമാരാക്കി നൽകി. അതേ പെണ്ണുങ്ങൾക്ക് മനുഷ്യവർഗത്തിൽ നിന്നുള്ള ഇണകളെ തന്നെ ആണുങ്ങളെ തന്നെ ഇണകളാക്കി നൽകി. അത് ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് അഇമ്മത്ത് പറഞ്ഞത്, ഖുർആൻ പണ്ഡിതന്മാര് മുഫസ്സിറുകൾ പറഞ്ഞത് എന്ത്? മനുഷ്യനായിരിക്കുന്ന ഒരാണിനിക്ക് ഒരു ജിന്നായ പെണ്ണിനെ കെട്ടാൻ സൗകര്യപ്പെട്ടാൽ, ഒരു ജിന്നായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സൗകര്യപ്പെട്ടാൽ ഹലാലാവോ? ആവോ? എന്നതിന്റെ ഉത്തരം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. സൗകര്യം അങ്ങനെ പെടൂല, പെട്ടാൽ ഹലാലാവോ? ചോദ്യം. ആ കുട്ടി പറഞ്ഞു ഇല്ല. അത് ശരിയായ ഉത്തരം. ഹലാലാവൂല, കെട്ടാൻ പറ്റൂല. കാരണം മിൻ അൻഫുസികും, നിങ്ങളുടെ വർഗത്തിൽ നിന്നുള്ള ഇണകളെ, മനുഷ്യന്റെ വർഗത്തിൽപ്പെട്ടതല്ല ജിന്ന്. ജിന്നിന് ഇപ്പൊ ഇവിടല്ല. ഒരു ജിന്നിന് ലണ്ടനിൽ പോകണമെങ്കിൽ വിസ വേണ്ട. വേണോ? വേണ്ട. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ചില ജിന്നുകൾ അവര് വെറുതെ ഇരിക്കൂല. ജിന്നുകൾ അന്നും ഇന്നും എന്നും അങ്ങനെയാ, വെറുതെ ഇരിക്കൂല. അതുകൊണ്ട് സുലൈമാൻ നബി അവരെ പണിക്ക് ഏൽപ്പിച്ചത് ഖുർആനിലുണ്ട്. ബഹറിൽ മുങ്ങുന്ന ഒരുപാട് പ്രത്യേക ജിന്നുകളുണ്ട്. സുലൈമാൻ നബി വഫാത്തായത് പരിശുദ്ധ ഖുർആനിലുണ്ട്. വഫാത്താകുന്നതിന്റെ മുമ്പ്
സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളോട് പറഞ്ഞു ആ ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അവിടെ വടി കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലേ? ഖുർആനിലുള്ളതാണ്. വടി കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചാരി നിൽക്കുകയാണ് ആര്? സയ്യിദുനാ സുലൈമാൻ. മടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദഗദസ്വരനിൽ പുതുപുതു ഒരു കഥയോ തിരുസവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ടല്ലോ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു പണിയെടുക്ക്. ജിന്നുകൾ ഇങ്ങനെ പണിയെടുക്കുക. അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ചാരി നിൽക്കുന്ന സമയത്ത് സുലൈമാൻ നബി വഫാത്തായിട്ടുണ്ട്. നമ്മളാരെങ്കിലും ആണെങ്കിൽ വഫാത്തായെങ്കിൽ എന്താ ഉണ്ടാവുക? കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും നാറാൻ തുടങ്ങും. ജിന്നുകൾ അങ്ങനെ പണിയെടുക്കന്നെ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുലൈമാൻ നബി വടി കുത്തിപ്പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ വടി കുത്തിപ്പിടിച്ച വടിമ്മല് ചതല് വന്നു. എന്നിട്ട് അക്കാരണത്തിനാൽ സുലൈമാൻ അലൈഹിസ്സലാം മറിഞ്ഞു വീണു. അപ്പോൾ ആ ജിന്നുകൾ വിവരം അറിയുന്നത് അത് ശരി, സുലൈമാൻ വഫാത്തായിട്ട് കുറെ 2-3 ദിവസം ആയില്ലേ, ഒരു കുഴപ്പമില്ല, നാദുന്നില്ല, മണക്കുന്നില്ല, വടി ചതരുന്നെങ്കിലും സുലൈമാൻ നബിയുടെ ശരീരം ചതരുന്നിട്ടില്ല. ഇത് പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. ഹദീസാണെങ്കിൽ ചില ആൾക്കാർ പറയും ഹദീസാണോ റസൂലുള്ളാഹിന്റെ വാക്കാണോ? അത് ദഈഫായിരിക്കും. മോനെ ഖുർആനിൽ ദഈഫില്ല, ഇത് ഖുർആന്റെ ആയത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? മനുഷ്യന്മാർക്ക് ഇണയായിട്ട് മനുഷ്യൻ തന്നെ വേണം. ആർക്കെ ജിന്നിനെ കെട്ടാൻ പൂതിയുണ്ടോ? നടന്നാൽ തന്നെ അത് ഹറാമാവും. പൂതിയുണ്ടോ? അല്ലാഹു തആല മനുഷ്യന്മാരായ ആണുങ്ങൾക്ക് നല്ല മുഅ്മിനത്തായ അല്ലാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികളെ ഭാര്യയായി നൽകണേ റഹ്മാനേ. മുഅ്മിനത്തായിരിക്കുന്ന പെൺകുട്ടികൾക്ക് അല്ലാഹു